ഇന്ന് നമുക്ക് ഒരു ക്രീമി ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. നമുക്കാദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ പെപ്പർ, ഒലിവ് ഓയിൽ 1/2 ടേബിൾ സ്പൂൺ, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. തലേ ദിവസം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വളരെ നന്നായിരിക്കും. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് ഞാൻ ഗ്രേവിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുത്തു. ഈ റെസിപ്പിയിലേക്ക് ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാമെങ്കിലും ഗാർലിക് ചോപ്പ് ചെയ്തിടുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് 50 ഗ്രാം ചോപ്പ് ചെയ്ത ഗാർലിക്, വലുതാണെങ്കിൽ 1 സവാള, ചെറുതാണെങ്കിൽ 1.5 സവാള, ഇവ ചെറുതായി വഴറ്റി ആവശ്യത്തിന് ഉപ്പും 1 തക്കാളി ചെറുതായി അരിഞ്ഞതുമിട്ട് നന്നായി വഴറ്റി യോജിപ്പിക്കുക. നന്നായി വഴന്ന ഈ കൂട്ടിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവയും ചേർത്ത് നന്നായി വഴറ്റുക. ഈ കൂട്ടിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുക. ഒറിഗാനോ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നീട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ഗ്രേവി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. ഇതിനൊപ്പം 1 കപ്പ് പാലും ആഡ് ചെയ്ത് ഉപ്പ് കുറവാണോ എന്ന് നോക്കാൻ മറക്കരുത്. പാലും കൂടി ആഡ് ചെയ്ത ഗ്രേവി തിളച്ച് ചെറുതായി പറ്റുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കുക. ഗ്രേവിയും ചിക്കനുമായി നന്നായി യോജിച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മല്ലിയിലയോ സെലറിയോ ഇട്ട് അലങ്കരിക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രീമി ഗാർലിക് ചിക്കൻ റെഡി. ഇത് ബിരിയാണി റൈസിനൊപ്പം ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്.